ಸರ್ ನಮಸ್ತೆ ಸರ್. ಸರ್ ನಮಸ್ತೆ. ನಮಸ್ತೆ ಸರ್ ತಮ್ಮ ಹೆಸರೇನು? ಅಶೋಕ್ ಮಲ್ಲಿಕಾರಿ. ಸರ್ ಈಗ ಮಧುರು ಬ್ರಹ್ಮ ಕಲಶೋತ್ಸವದ ಈ ಒಂದು ಸುಸಂದರ್ಭದಲ್ಲಿ ನಿಮಗೆ ಈಗ ಕಲ್ಚರಲ್ ಕಮಿಟಿಯಲ್ಲಿ ನೀವು ಕೆಲಸ ಮಾಡ್ತಿದ್ದೀರಿ, ನಿಮಗೆ ಯಾವ ರೀತಿಯ ಒಂದು ಅನುಭವಗಳನ್ನು ಕೊಡ್ಕೊಂಡು ಮತ್ತು ಯಾವ ರೀತಿ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಮಾಡ್ತಾಯಿದ್ದೀರಿ? ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അനുഭവം ഒരു വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു വലിയ ഉത്സവത്തിൻ്റെ നടത്തി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൻ്റെ ഇൻചാർജായിട്ട് ഒരു ഉത്തരവാദിത്തം ലഭിക്കുന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഇവിടെ വരുന്ന എല്ലാ പരിപാടികളും നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത പരിപാടികളാണ്, ഓൾറെഡി അറേഞ്ച് ചെയ്യുന്നത്. നമ്മളെ പരിപാടി കാര്യം പറഞ്ഞാൽ ഈ ഓഫീസിൽ അവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഓരോ പരിപാടിക്ക് വരുന്ന ആൾക്കാരെ, കലാകാരന്മാരെ, അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, വേദിയിലേക്ക് എത്തിക്കുക, പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതേസമയം അവർ വരുന്ന വാഹനങ്ങൾ ഏതാണ് അവരുടെ നമ്പർ എഴുതി വെച്ച് നമ്മൾ ട്രാഫിക്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരവർ ക്ലിയർ ചെയ്ത് ഇവിടത്തേക്ക് വരും. ಸರ್ ಇಲ್ಲಿ ಈಗ ಎಷ್ಟು ವೇದಿಕೆಗಳಿವೆ, ಅಂದರೆ ಯಾವೆಲ್ಲ ವೇದಿಕೆಗಳು ಯಾವೆಲ್ಲ ಕಾರ್ಯಕ್ರಮ ನಡೀತಿದೆ ಹೇಳ್ಬೋದಾ? ഇവിടെ 4 വേദികളാണുള്ളത് പ്രധാനമായിട്ട്. അതിൽ പ്രധാന വേദിയിൽ എല്ലാ ദിവസവും ധാർമ്മിക സമ്മേളനം നടക്കുന്നുണ്ട്. അതോടൊപ്പം പ്രശസ്തരായ കലാകാരന്മാരുടെ കലാപരിപാടികളാണ്. അതുപോലെ 2ാം സ്റ്റേജിൽ കലാപരിപാടി തന്നെയാണ്. 3ാമത്തെ സ്റ്റേജിൽ യക്ഷഗാനവുമായി ബന്ധപ്പെട്ട യക്ഷഗാനം, കാലാട്ട്, അതുപോലെ ഹരികഥ, അതുപോലുള്ള പരിപാടികളാണ്. 4ാമത്തെ വേദി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ളത്. അതിൽ അഖണ്ഡ ഭജന, അതായത് 24 മണിക്കൂർ ഓരോ ഭജന സംഘങ്ങൾ തുടർച്ചയായിട്ട് പാടിക്കൊണ്ടുണ്ട്. ನಿಮ್ಮಲ್ಲಿ ಈಗ ಕಲ್ಚರಲ್ ಕಮಿಟಿಯಲ್ಲಿ ಈಗ ಟೈಮಿಂಗ್ಸ್ ಏನಾದರೂ ಇಷ್ಟಿಷ್ಟು ಟೈಮಿಂಗ್ಸ್ ಇದೆಯಾ, ಅಲ್ಲ ನೀವೇ ಒಬ್ಬರೇ ನಿಮ್ಮ ಒಂದೇ ಟೀಮು ಕೆಲಸ ಮಾಡ್ತೀರಿ? നമ്മൾ വേറെ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ടൈമിങ്സ് എഴുതിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് സമയം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി. ಎಷ್ಟು ಟೋಟಲ್ ಎಷ್ಟು ಜನ ನಿಮ್ಮ ಕಲ್ಚರಲ್ ಕಮಿಟಿಯಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಿದ್ದಾರೆ? കൾച്ചറൽ കമ്മിറ്റി ഓഫീസിൽ ഏതാണ്ട് 10ഓളം പേരുണ്ട് നമ്മുടെ കമ്മിറ്റി ഓഫീസിൽ. പിന്നെ മറ്റ് വാളണ്ടിയേഴ്സായിട്ട് ഏകദേശം 100 പേരുണ്ട് ഈ സമിതി. ಟೈಮಿಂಗ್ಸ್ ಏನಾದರೂ ವ್ಯತ್ಯಾಸ ಏನಾದರೂ ಆಗ್ತದೆ, ಒಂದೇ ಟೈಮಲ್ಲಿ ಹೋಗ್ತಾ ಇಲ್ಲ ಕಾರ್ಯಕ್ರಮ? ചെറിയൊരു വ്യത്യാസത്തിൽ ചില സമയത്ത് വരുന്നുണ്ട്. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നും ചെറിയൊരു നമ്മൾ 2ാം വേദിയിൽ തുടങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോകുന്നു. ಓಕೆ, ಈಗ ಕಾರ್ಯಕ್ರಮ ಈಗ ಆದಷ್ಟು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಯಾವ ರೀತಿ ಭಜನಾ ಕಾರ್ಯಕ್ರಮ ಇರ್ಬೋದು, ಅಥವಾ ಇಲ್ಲಿ ಈಗ ಪ್ರತಿಯೊಂದು ವೇದಿಕೆ ಅತ್ಯಂತ ಸುಂದರವಾದ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡೀತಿದೆ. ಅದರಲ್ಲೂ ವಿಶೇಷವಾಗಿ ನಾವು ಹೇಳ್ತಿದ್ದೆ, ಈ ಭಜನಾ ಕಾರ್ಯಕ್ರಮ ಅಂತೂ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ನಮಗೆ ನೋಡೋದೇ ಅಂತೂ ಅದು ಇನ್ನು ಯಾವ ಕಾಲದಲ್ಲಿ ಸಿಗ್ತಾ ಗೊತ್ತಿಲ್ಲ. ಭಜನಾ ಕಾರ್ಯಕ್ರಮ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ಅದೇ ಥರ ಪ್ರತಿಯೊಂದು ವೇದಿಕೆಗೆ ಕೂಡ ಒಂದು ಅಚ್ಚುಕಟ್ಟಾಗಿ ತಾವು ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡ್ತಾ ಇದ್ದೀರಿ. ಇದರ ಬಗ್ಗೆ ತಾವು ಕೊನೆಯದಾಗಿ ಯಾವ ಮಾತುಗಳನ್ನು ಇಲ್ಲಿನ ಭಕ್ತರಿಗೆ ಮತ್ತು ಬರುವಂಥ ಡಿವೋಟಿಸಿಗೆ ಯಾವ ರೀತಿಯಾಗಿ ಅವರವರ ಒಂದು ಆಸೆ ಇರ್ತದೆ, ನಮಗೆ ಇಂಥದೇ ಕಾರ್ಯಕ್ರಮ ನೋಡಬೇಕು, ಇಂಥದೇ ಮಾಡಬೇಕಂತ, ಸೊ ಏನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೀರಿ? ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാർ ക്ലാസിക്കൽ ഡാൻസ് കാണാൻ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഭജന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അമ്പലത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകമാണ് ഭജന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ എൻ്റെ അറിവിൽ മധുര പഞ്ചായത്തിൽ തന്നെ ഏകദേശം 50ലധികം ഭജന മന്ദിരങ്ങൾ തന്നെയുണ്ട്. അവിടുത്തെ ഭജന സംഘത്തിന് ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇവിടെ ഭജന ചെയ്യാനുള്ള സാവകാശം ലഭിക്കുന്നുണ്ട്. ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം 12 ദിവസം അഖണ്ഡ ഭജന എന്ന് പറഞ്ഞതൊരു എൻ്റെ അറിവിലൊരു ചരിത്രത്തിൽ ആദ്യമായിരിക്കുന്നതാണ് തോന്നുന്നത്. ಕೊನೆಯದಾಗಿ ಯಾವ ವಿಚಾರಗಳನ್ನು ಹಂಚಿಕೊಳ್ತೀನಿ ನನ್ನ ಜೊತೆ? ഇതുപോലെ തന്നെ ഇനി മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകണമെന്നാണ്, അതിനുള്ള അനുഗ്രഹം ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ಓಕೆ, ಥ್ಯಾಂಕ್ ಯು.